പദ്ധതിയുമായി മുന്നോട്ടു പോകാനുള്ള UDF തീരുമാനം ജനാധിപത്യ വിരുദ്ധവും മതേതര വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കുന്നതുമെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പദ്ധതിയിൽ നിന്നും പിന്മാറിയതുകൊണ്ട് സർക്കാരിനൊന്നും നഷ്ടപ്പെടാനില്ല. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ളതാണ് കേരളത്തിന് ലഭിച്ച തുക. BJPയുമായി UDF ഒത്തുതീർപ്പുണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി ജനങ്ങളെ പറ്റിക്കുകയാണെന്നും വി ശിവൻകുട്ടി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സർക്കാരും UDFും PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ന്യൂസ് മലയാളത്തോടൊപ്പം ചേരുന്നത്. നേരത്തെ ഇടത് സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് നഖശിതാന്തം എതിർത്തിരുന്നവരാണ്, PM ശ്രീ പദ്ധതി എതിർത്തിരുന്നവരാണ് UDFും നിലവിലെ സർക്കാരും. പക്ഷേ സർക്കാർ ആദ്യഘട്ടത്തിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ UDFും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. UDF BJPയുമായിട്ട് ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയിരിക്കുകയാണ്. BJP മുന്നണിയിൽ ചേർന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാരണം PM ശ്രീ പദ്ധതി അത്രമാത്രം കേരളത്തിൽ എതിർത്തവരാണ് UDFും, അതിൽ പ്രത്യേകിച്ച് മുസ്ലിം ലീഗും. ഇത് കേരളത്തിൽ നടപ്പിലാക്കിയാൽ PM ശ്രീ പ്രോജക്റ്റിനെ തന്നെ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞവരാണ്. മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. മെനഞ്ഞാന്നത്തെ രാജ്യസഭയിൽ നടന്ന ഒരു ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ഗവൺമെൻറ് അവരുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ വ്യക്തമാണ് കാര്യങ്ങൾ. അതിൽ കൂടുതൽ ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കേരളം PM ശ്രീയുടെ എന്തെങ്കിലും പദ്ധതിയായിട്ട് മുന്നോട്ട് പോയില്ല. കേരളം സ്കൂളുകളുടെ എണ്ണത്തെ സംബന്ധിച്ച വല്ല വിവരം തന്നിട്ടില്ല. 92.5 കോടി രൂപ കേരളത്തിന് കൊടുത്തത്, കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കൊടുത്തത് ആർക്ക് വേണ്ടിയാണ്? അത് SSK ഫണ്ടാണ്. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ SSK കൊടുത്ത ഫണ്ടാണ്. സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ട് ഇതിനെ സംബന്ധിച്ചിടത്തോളം. കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത ഒരു അഫിഡവിറ്റ് ഉണ്ട്, PM ശ്രീ പദ്ധതിയിൽ കേരളം ചേർന്നിട്ടില്ല എന്നുള്ള സംഗതി. അപ്പം അതുകൊണ്ട് ഇത് ചേരേണ്ട ഒരു കാര്യവുമില്ല, നടപ്പിലാക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. കേരളത്തിൻ്റെ മതേതര വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കുന്നതാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരളം അതിൽ നിന്ന് പിന്മാറിയത്. ഇനി പിന്മാറിയത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പാർലമെന്റിൽ അങ്ങനെയാണെങ്കിൽ അവർ പറയുമായിരുന്നു കേരളം പിന്മാറിയത് മോശമായി പോയി എന്നെങ്കിലും പറയുമായിരുന്നു. UDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ലേബർ കോഡ് ആയിരുന്നാലും, PM ശ്രീ ആയിരുന്നാലും, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP ആയിരുന്നാലും BJPയായിട്ട് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം കാപട്യമാണ്. മുഖ്യമന്ത്രി ജനങ്ങളെ പറ്റിക്കുകയാണ്. മുഖ്യമന്ത്രി ജനങ്ങളുടെ മുന്നിൽ അസത്യം പറയുകയാണ്. ഇത് ഉപേക്ഷിച്ചതുകൊണ്ട് യാതൊന്നും സംസ്ഥാന ഗവൺമെൻറ് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ഇന്ത്യ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ ഇടയിൽ കേരളത്തിൻ്റെ പേര് ഉയർന്നു നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. ഇതിനെ ശക്തിയായി തന്നെ ഞങ്ങൾ എതിർക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇതാണ്, UDFും BJPയും തമ്മിൽ ഒരു ഡീലുണ്ട്. ആ ഡീലിന്റെ ഭാഗമായിട്ടാണ് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സംസ്ഥാന സർക്കാരും അതിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് നയിക്കുന്ന മുന്നണിയായിട്ടുള്ള UDFും തീരുമാനിച്ചിരിക്കുന്നതിനുള്ള കാരണമെന്നുള്ള ആരോപണമാണ് വി ശിവൻകുട്ടി ഉന്നയിക്കുന്നത്. അദ്ദേഹം നേരത്തെയും സമാനമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. എന്തായാലും ഈ ഡീലിന്റെ ഉറപ്പിക്കലിന്റെ ഭാഗമായി, അല്ലെങ്കിൽ ഈ ഡീലിന്റെ മുന്നോട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഈ PM ശ്രീയിൽ ഇത്തരമൊരു തീരുമാനം UDF എടുത്തത് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറാമാൻ ഷിബു ചെടിച്ചേരിക്കൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.